എവരിവൺ, വെൽക്കം ടു സ്കൂളി ബൈ പച്ചവെള്ളം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് CBSE 6th സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. നമ്മൾ കുട്ടിക്കാലം മുതലേ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ രാത്രിയിൽ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത്, അതുപോലെ രാത്രിയാകുമ്പോൾ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത്, തിരമാല എങ്ങനെ ഉണ്ടാവുന്നു, ഈ മരങ്ങളൊക്കെ എങ്ങനെയാണ് വളരുന്നത്, അങ്ങനെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അല്ലേ? അപ്പം നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അതിനൊക്കെയുള്ള ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഏത്? സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ ഈ കുട്ടിക്കാലം മുതലേ ചോദിച്ചിരുന്ന ഇപ്പോഴും നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കുറേ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാണ് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാണ് ഈ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസിലേക്ക് എന്ത് ചെയ്യാണ് നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സയൻസ്? വാട്ട് ഈസ് സയൻസ്? സയൻസ് ഈസ് എ വേ ഓഫ് തിങ്കിങ്, ഒബ്സർവിങ് ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലീവ്. നമ്മൾ താമസിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു, അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ടു അൺകവർ ദ സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലെ സീക്രട്സ്, നമുക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ അൺകവർ ചെയ്യാനായിട്ട്, അതിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിച്ച് തുടങ്ങിയാലോ? അപ്പോൾ സയൻസ് ഈസ് എവരിവെയർ. നമ്മുടെ ചാക്കോമാഷ് പറഞ്ഞ പോലെ കണക്ക് ഭൂഗോളത്തിൻ്റെ സ്തംഭനം കണക്കിലാണെന്ന് പറഞ്ഞ പോലെ സയൻസ് ഈസ് എവരിവെയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി പറയാം അല്ലേ? സയൻസും എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അഹങ്കാരത്തോടു കൂടി വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ഫ്രം ദ ഡെപ്ത്സ് ഓഫ് ദി ഓഷൻ, ഓഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഴക്കടൽ തൊട്ട് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ എന്തുണ്ടാവും? അവിടെ എല്ലായിടത്തും സയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രം വാട്ട് ഈസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ, കിച്ചണിൽ നടക്കുന്ന കുക്കിംഗ് മുതൽ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്? സയൻസ് ഉണ്ട്. സയൻസ് ഈസ് എവരിവെയർ. സം ഓഫ് ദി മോസ്റ്റ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഹാവ് ഓഫൺ കം ഫ്രം അൺഎക്സ്പെക്റ്റഡ് പ്ലേസസ്. ഒരുപാട് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഡിസ്കവറീസ്, ഭയങ്കര വലിയ കുറേ ഡിസ്കവറീസ് ഉണ്ടായിട്ടുള്ളത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലേസസിലാണ്. നിങ്ങൾ ന്യൂട്ടൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ന്യൂട്ടൻ്റെ കഥ എന്താ? ന്യൂട്ടൻ ഒരു ദിവസം ഒരു ആപ്പിൾ മരത്തിൻ്റെ കീഴിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു ആപ്പിൾ വന്ന് ന്യൂട്ടൻ്റെ തലയിലേക്ക് വീണു. അങ്ങനെയാണ് ന്യൂട്ടൻ എന്ത് കണ്ടുപിടിച്ചത്? ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചത്. ഇങ്ങനെ ഒരു കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ന്യൂട്ടൻ ആ ആപ്പിൾ മരത്തിൻ്റെ താഴെ ഇരുന്നപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ആ മരത്തിൽ നിന്നൊരു ആപ്പിൾ വീഴും, അപ്പം ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ ഡിസ്കവറി നടത്തും എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല ന്യൂട്ടൻ അവിടെ പോയി ഇരുന്നത്. വെറുതെ ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് എന്ത് ചെയ്തു? പുള്ളി അവിടെ പോയി ഇരുന്നപ്പോൾ എന്തു പറ്റി? അവിടെ വെച്ചിട്ട് ഒരു ആപ്പിൾ വീണു, ഒരു ഡിസ്കവറി ഉണ്ടായി. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ പ്ലേസിലാണ് എന്തുണ്ടായത്? വലിയൊരു ഡിസ്കവറിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ പഠിക്കാൻ പോകുന്ന കുറേ ഡിസ്കവറീസ് അങ്ങനെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡിസ്കവറീസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സയൻസ് ഈസ് എ ജയൻറ്റ് ആൻഡ് അൺഎൻഡിങ് ജിക്സോ പസിൽ. ജിക്സോ പസിൽ കളിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും ജിക്സോ പസിൽ. നമ്മുടെ ഇവിടെ ഒരു ജിക്സോ പസിൽ ഒരു ക്യൂട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജിക്സോ പസിൽ എന്താ? ജിക്സോ പസിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ടാവും. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഫൈനലി നമുക്ക് എന്ത് ചെയ്യും? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും അല്ലേ? അതിനാണ് നമ്മൾ ജിക്സോ പസിൽ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് എന്താണ്? ഇതുപോലൊരു ജിക്സോ പസിലാണ്. അതായത് നമ്മൾ ഓരോ ഡിസ്കവറി എന്താണ്? ഇതിൽ ഓരോ പീസസ് ആണ്. നമ്മൾ ഓരോ പുതിയ ഡിസ്കവറി നടത്തുമ്പോഴും അതൊരു പുതിയ പീസ് പോലെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ജിക്സോ പസിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാണ്. പക്ഷേ ഈ നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞ ജിക്സോ പസിൽ എന്താണ്? ഭയങ്കര ജയൻ്റ് ആണ്. ഒരു ജയൻ്റ് ആയിട്ടുള്ള അൺഎൻഡിങ് ആയിട്ടുള്ള ജിക്സോ പസിലാണ്. അതായത് നമ്മൾ എത്ര പുതിയ ഡിസ്കവറീസ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യില്ല? ഈ ജിക്സോ പസിൽ കംപ്ലീറ്റ് ആവില്ല. ഇത് നമുക്ക് പുതിയ പുതിയ ഡിസ്കവറീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യില്ല? ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എന്നും എന്ത് ചെയ്യും?
കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നത് സാധാരണ കീപാഡ് ഫോണായിരുന്നു അല്ലേ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, 2G 3G 4G 5G 6G എന്നൊക്കെ പറയും നമ്മളിങ്ങനെ പുതിയ പുതിയ ജനറേഷൻ ഫോണുകൾ, സ്മാർട്ട് ഫോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇതിനൊന്നും എന്തില്ല, ഒരു ലിമിറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇനിയും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. പുതിയ ഡിസ്കവറീസ് എന്ത് ചെയ്യും, വന്നുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യും, ദർ ഇസ് നോ ലിമിറ്റ് വാട്ട് വി ക്യാൻ ഡിസ്കവർ. നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒരു ലിമിറ്റും ഉണ്ടാവില്ല. Then sometimes we find that a piece of a puzzle is in the wrong place. ചില സമയത്ത് നമ്മൾ ഈ ജിക്സോ പസിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പീസ് നമുക്ക് കിട്ടി, നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്ലേസ് ചെയ്തിട്ട് കുറേ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ആ പീസ് അവിടെ വച്ച് ശരിയാവില്ല, ഇത് അവിടെ ഉള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനവിടെ പതിയെ എടുത്ത് അതിനടുത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് സയൻസ് ചില സമയത്ത് എന്ത് ചെയ്യും, തെറ്റായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതാണ് ശരിയെന്ന് ആദ്യം വിചാരിക്കും. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ എന്ത് പറ്റും, അതല്ല മറ്റേതാണ് ശരി, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ശരിയാവുന്നത് ഇപ്പുറത്ത് വച്ചാലാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ തിരുത്തും. അങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് ചേഞ്ച് ചെയ്ത ഒരുപാട് ഡിസ്കവറീസ് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഓക്കെ, അവർ ഹോം, എവിടെ നമ്മൾ താമസിക്കുന്നത് എർത്തിലാണ് അല്ലേ. ഇറ്റ് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വി നോ ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ്. നമ്മുടെ ഓൺലി പ്ലാനറ്റ് എർത്ത് മാത്രമാണ് എന്ത്, ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അവിടെ വെള്ളം കണ്ടുപിടിച്ചു, അവിടെ ജീവനുണ്ട് എന്നൊക്കെ നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലേ. ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എന്തില്ല, അതിന് ഒരു പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് പഠിക്കുന്നു, എർത്തിലാണ് മാത്രമേ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പഠിക്കുന്നു. ഇറ്റ് ഹാസ് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് വി മസ്റ്റ് പ്രൊട്ടക്ട്. നമ്മുടെ എർത്തിൻ്റെ എൻവയോൺമെൻറ്റ് ആരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമ്മളാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല മനോഹരമായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മുടെ സറൗണ്ടിങ്സിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. ദർ ഈസ് എൻ അമേസിങ് വെറൈറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത്. നമ്മുടെ എർത്തിൽ എന്താണ്, ഒരു അമേസിങ് വെറൈറ്റി ഓഫ് ലൈഫ് തന്നെ ഉണ്ട്. അതിന് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, പല റീജിയൻസിലായിട്ട് പല ഡിഫറൻറ്റ് സാധനങ്ങളുണ്ട് അല്ലേ. ചില ആനിമൽസ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ കുറേ അനിമൽസ് അല്ലെങ്കിൽ കുറേ നമ്മുടെ പോളാർ ബിയറൊക്കെ എവിടെയാണ്, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ അവിടെ ഒന്നും നമുക്ക് പോളാർ ബിയറിനെ കാണാൻ പറ്റില്ല അല്ലേ. അതുപോലെ പെൻഗ്വിൻസ്, ഇതൊക്കെ എന്താണ്, ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം കാണുന്ന ചില അനിമൽസാണ്. ഇങ്ങനെയാണ് നമ്മുടെ പല റീജിയൻസിൽ നമ്മൾ കാണുന്ന പ്ലാന്റ്സ് എന്ത് ചെയ്യില്ല, വേറെ റീജിയൻസിൽ കാണില്ല. അങ്ങനെ നമ്മുടെ ഡിഫറെൻറ്റ് റീജിയൻസ് നമ്മുടെ പ്ലാനറ്റിൽ നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള ഒരു വൈഡ് വെറൈറ്റി ഓഫ് ലൈഫ് തന്നെ നമ്മുടെ എർത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മുടെ നമ്മുടെ ക്ലാസ് 6ൻ്റെ സ്കൂളിയുടെ ക്ലാസ് 6ൻ്റെ ജ്വാല ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ നടത്തും. സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി മുതൽ ഒന്നിച്ച് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. ഓക്കെ, യു മൈറ്റ് ഹാവ് സീൻ എ സീഡ് ഗ്രോ ഇൻ ടു പ്ലാന്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വിത്ത് മുളച്ച് ചെടിയാവുന്നത്, അല്ലെങ്കിൽ ഒരു കാറ്റർപില്ലർ, ഒരു കുഞ്ഞു പുഴു നമ്മുടെ പ്യൂപ്പ സ്റ്റേജിലേക്ക് പോയി അതൊരു ബട്ടർഫ്ലൈ ആയിട്ട്, ഒരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിട്ടൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിയൽ ലൈഫിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതെല്ലാം നമ്മുടെ ഇതിനൊക്കെയുള്ള ഉത്തരം എന്താണ്, നമ്മുടെ സയൻസിലുണ്ട്. അതിന് ഇതെങ്ങനെയായിരിക്കും ഈ പ്ലാന്റ്സും അനിമൽസും ഒക്കെ വളരുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഇപ്പോൾ ഒരു കുട്ടി പശു ഉണ്ട്. ഈ പശു എന്ത് ചെയ്യും, കുറേ കാലം കഴിഞ്ഞ് വളർന്ന് ഇതുപോലെ ഒരു വലിയ പശുവായിട്ട് മാറും അല്ലേ. അതുപോലെ നമ്മൾ കുഞ്ഞു പിള്ളേരായിരുന്നു, ഇപ്പം നമ്മൾ വളർന്ന് വരികയാണ്. അപ്പം എങ്ങനെയാണ് നമ്മളിങ്ങനെ വളരുന്നത്? നമ്മൾ കുഞ്ഞിലെ ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കുമ്പോൾ അമ്മ പറയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ വളരില്ല എന്ന് പറയാം അല്ലേ. അപ്പം നമ്മൾ ടു ഗ്രോ വി നീഡ് ഫുഡ്. നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വളർന്ന് വലുതാവാൻ പറ്റുള്ളൂ. അപ്പം ടു ഗ്രോ വി നീഡ് ഫുഡ് ടു ഈറ്റ്. നമ്മുടെ ഇന്ത്യനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലാർജ് ഡൈവേഴ്സ് എന്താ പറ്റും ഫുഡ് ഐറ്റംസ് തന്നെ ഉണ്ട്. നമ്മുടെ ഇപ്പം സൗത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് അല്ല നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പല ഡിഷസ്, പല എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പാണെങ്കിൽ ചോറ് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്, അരിയാണ്. അങ്ങനെ നമുക്ക് പല സാധനങ്ങളും ഉണ്ട്. നമുക്ക് പല ഫുഡ് ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ.
അതുപോലെ തന്നെ അലോങ് വിത്ത് ഫുഡ്, നമുക്ക് ഫുഡ് മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? നമുക്ക് ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? വെള്ളം. വി നീഡ് വാട്ടർ ടു സർവൈവ്. അങ്ങനെയാണെങ്കിൽ വെള്ളം എങ്ങനെ, അല്ലെങ്കിൽ മഴ എങ്ങനെ ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം തണുപ്പിച്ച് ഐസാക്കാം, ഐസ് പിന്നെ നമുക്ക് വീണ്ടും ചൂടാക്കിയ വെള്ളമായിട്ട് മാറും, വെള്ളത്തിന് നമ്മൾ വീണ്ടും ചൂടാക്കി എന്താ അത് സ്റ്റീമായിട്ട് മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ കുറേ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താണ് ഈ കോൾഡ് വാട്ടർ, എന്താണ് ഹോട്ട് വാട്ടർ? ഇനി നമ്മൾ പനിയൊക്കെ വന്നിരിക്കുമ്പോൾ അമ്മ വന്ന് തൊട്ട് നോക്കിയിട്ട്, നമ്മൾ രാവിലെ സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് അമ്മയുടെ അടുത്ത് തൊട്ട് പറയും, അമ്മ എനിക്കിന്ന് പനിയാ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുക? അമ്മ തൊട്ട് നോക്കിയിട്ട് പറയും, പനിയൊന്നുമില്ല, ഒരു ചൂടും ഇല്ലല്ലോ, മര്യാദയ്ക്ക് സ്കൂളിൽ പോകുമെന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ ചൂട് നോക്കിയിട്ട് എങ്ങനെയാണ് പനി ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ഇതൊരു ഹോട്ട് കോൾഡ്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വരുന്ന ചാപ്റ്ററിലുള്ള ഇതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു മെറ്റൽ കീ, ഇവിടെ ഒരു കീ ഉണ്ട്, ഈ കീ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണോ നമ്മുടെ ഈ എറേസർ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, അതേ മെറ്റീരിയൽ കൊണ്ടായിരിക്കില്ല നമ്മുടെ ഈ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ആയിരിക്കും, എറേസർ എന്ന് പറഞ്ഞാൽ റബ്ബർ ആയിരിക്കും, ഈ കീ എന്ന് പറയുന്ന ഒരു മെറ്റലായിരിക്കും. അങ്ങനെ എന്താണ് നമ്മുടെ ഇപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ? കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട്, ജൂട്ട് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് നമ്മുടെ ലോകത്ത് കാണാനായിട്ട് പറ്റും അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സയൻറ്റിസ്റ്റ് ആകാൻ പോവാണ്. എങ്ങനെ? നമ്മളിപ്പോൾ ഒരു പെന്ന് വെച്ച് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്തു? നമ്മുടെ പെന്ന് എഴുതാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് മഷി വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും? നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സയൻസ് ഈസ് എ വേ ഓഫ് തിങ്കിങ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, വൈ ഡിഡ് മൈ പെൻ സ്റ്റോപ്സ് റൈറ്റിംഗ്? എന്താ എൻ്റെ പേന തെളിയാത്തേ, അല്ലെങ്കിൽ എൻ്റെ പേന എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തേ? നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അപ്പം നമ്മൾ തന്നെ എന്നിട്ട് ഗസ് ചെയ്യാണ്, മഷി തീർന്നിട്ടുണ്ടാവും, ഇങ്ക് ഫിനിഷ്ഡ്. അപ്പം മഷി തീർന്നിട്ടുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യാണ്? തിങ്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് ആ പെന്നിങ്ങനെ ഊരി റീഫില്ലറൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റീഫില്ലർ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാണ്, അതിൽ ഇങ്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ എന്താണ്? ഇങ്ക് ഇല്ല എങ്കിൽ നമ്മുടെ അസംഷൻ, നമ്മുടെ ഗസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ റീഫില്ല് തീർന്നതാണ്, റീഫില്ല് ഇങ്ക് തീർന്നതാണെന്ന് മനസ്സിലാവും. ഇനി ചില സമയത്തുണ്ടാവും റീഫില്ല് തീർന്നിട്ടുണ്ടാവില്ല, ഇങ്ക് അപ്പോഴും ബാക്കിയുണ്ടാവും, പക്ഷെ എന്നിട്ടും എഴുതാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും ഈ ഇങ്ക് എന്ത് ചെയ്തും അതിൽ ഡ്രൈ ആയി പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ വായിൽ വെച്ചിട്ട് ഊതിയൊക്കെ നോക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? നമ്മൾ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദിസ് ഈസ് ഹൗ എക്സാക്ട്ലി സയൻസ് വർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സയൻസും വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു പെന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നമ്മൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ പെന്ന് നിന്നുപോയതെന്ന് ചിന്തിച്ചു. പിന്നെ ആ പെന്ന് എങ്ങനെ നമുക്ക് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ഒരു ഗസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ നമുക്ക് അത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാണ്. ശരിയല്ല, നമുക്ക് വേറൊരാണ് കാരണമെങ്കിൽ അതെങ്ങനെ ശരിയാക്കാമെന്ന് ചിന്തിക്കുകയാണ്. ഇത് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. നമ്മൾ യൂഷ്വലി ചെയ്തു പോയ കുറേ കാര്യങ്ങളാണ്, പക്ഷെ ഇതെന്താണ്? ഇതൊക്കെ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ സയൻസ് ഈസ് റെയർലി ഡൺ അലോൺ. സയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, ഈ സ്മാർട്ട് ഫോൺ ഒരാൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതാണോ? അല്ല, ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ്, ഒരു ലാർജ് ടീമാണ് എന്ത് ചെയ്തത്? ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് എന്തിനാ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലേ? നിങ്ങൾ സ്കൂള് തുറന്നു വന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നാണ്, പക്ഷെ ഇപ്പം മഴയൊന്നും ഇല്ല, എല്ലാം അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മഴയത്ത് കളിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? മഴയത്ത് കളിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും മഴ കാണാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഈ മഴയത്ത് കളിക്കുന്ന പോലെ ഭയങ്കര രസമുള്ള കാര്യമാണ് എന്ത്? നമ്മുടെ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ലോകത്തേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ജ്വാല ബാച്ചിനെ പറ്റി ആരും മറക്കണ്ട.